കൃത്യമായി എളുപ്പത്തിൽ തീർക്കാൻ കഴിയുന്ന ഒരു കാര്യം മറ്റൊരു കൂട്ടർ കൂടി ഗുരുതരമായിട്ടുള്ള ഒരു ഒറ്റുകാരായി മറ്റൊരു കൂട്ടർ കൂടി തെരുവിലുണ്ട്. അത് രാജ്യത്ത് ഭരിക്കുന്ന കേരളം ഭരിക്കുന്ന ഗവൺമെന്റാണ്. വളരെ പുഷ്പമായി തീർക്കാൻ കഴിയുന്ന, വളരെ സില്ലിയായി തീർക്കാൻ കഴിയുന്ന ഒരു മാറ്ററിനെ മുട്ടനാടുകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ രക്തം വർന്നൊലിക്കുമ്പോൾ അത് കുടിക്കാൻ ശ്രമിക്കുന്ന ചോരക്കുതിയന്മാരെ പോലെ ഇത് ദീർഘിപ്പിച്ചു കൊണ്ടുപോയി അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മൾ അത് കണ്ടതാണ്. ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രണ്ട് സമുദായങ്ങൾ ഏറ്റുമുട്ടുന്നിടത്ത് ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അഭിമന്യനായ തങ്ങളും പ്രിയപ്പെട്ട ലീഡർ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒരുമിച്ചുകൊണ്ട് അതിനെ പ്രതിരോധം തീർക്കുകയും അവസാനം മുനമ്പത്തിന്റെ കമ്മീഷൻ പോലും, രാമചന്ദ്രൻ കമ്മീഷൻ പോലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണ് എന്ന് പറയുന്നിടത്തേക്ക് എത്തിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട് എന്നത് ഏറെ അഭിമാനമുള്ള കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ്. ഇത് 2025 2021 ഡിസംബർ മാസം 9-ാം തീയതി നമ്മൾ ഇതുപോലെ ഈ കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. അന്ന് നമ്മളെ വിളിച്ചത് അഭിമന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇതുപോലെ ലക്ഷങ്ങൾ അന്നും പങ്കെടുത്തിരുന്നു. അന്ന് പിടിച്ചതും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഈ പച്ച പതാകയാണ്. അന്ന് നമ്മൾ വിളിച്ചതും വഖഫ് സംരക്ഷിക്കുമെന്നാണ്. അന്ന് ലീഗ് പറഞ്ഞതും വഖഫ് സംരക്ഷിക്കുമെന്നാണ്. ഇന്ന് കാവിക്കരങ്ങളാണ് വഖഫിലേക്ക് വരുന്നതെങ്കിൽ 2021 ഡിസംബർ മാസം 9-ന് ഇതേ കടപ്പുറത്ത് ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാരെ അണിനിരത്തി നമ്മൾ വഖഫ് സംരക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോ ചുവന്ന കൈകളാണ് അന്ന് വഖഫിന് നേരെ വന്നത്. ഇന്ന് നരേന്ദ്രമോദിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ 2021 സഖാവ് പിണറായി വിജയനാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഇന്ന് കിരൺ ഗജുവാണ് അതിന് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പി അബ്ദുറഹ്മാനാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ആര് തന്നെ ഈ സമുദായത്തിന്റെ സ്വത്തുക്കൾ കവർന്നെടുക്കാൻ വന്നാലും, ഈ സമുദായത്തെ ഒറ്റപ്പെടുത്താൻ വന്നാലും, അത് പിണറായി ആയാലും, അത് മോഡി ആയാലും, അത് കിരൺ ഗജു ആയാലും, അത് വി അബ്ദുറഹ്മാൻ ആയാലും, ഈ സമുദായത്തിന്റെ പരിചയ കെട്ടിക്കാക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരുണ്ട് എന്നതും അഭിമന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വിളിയാളം കെട്ടിവന്ന ഈ ലക്ഷ്യങ്ങൾ ഈ സദസ്സിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും ഈ തെരുവിനകത്തും തെരുവിനപ്പുറത്തും രാജ്യത്തും നീതിപീഠത്തിനകത്തും എല്ലായിടത്തും ഒരുപോലെ നമ്മൾ പോരാട്ടം നയിക്കുകയാണ്. ഈ പോരാട്ടം അന്തിമമായ വിജയത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകന്മാരെയും അഭിവാദ്യം അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം.